എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ചധികം മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കുറച്ചെടുത്തുകൊണ്ട് മത്തി വറ്റിച്ചതുണ്ടാക്കാമെന്ന്. മത്തി മൺചട്ടിയിലൊക്കെ ഇട്ട് വറ്റിച്ചുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറമ്പിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ച കുരുമുളകും പൊട്ടിക്കുകയാണ്. നമ്മളെ കുരുമുളകൊക്കെ പാകമായി തുടങ്ങിയിരിക്കണ്, അതൊക്കെ പൊട്ടിച്ച് ഉണക്കാനായിക്കണം. അപ്പോൾ ഇത് രണ്ടും എടുത്തുകൊണ്ട് പിന്നെ ഇനി ബാക്കി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരിഞ്ചീരകം, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ പരിവായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുകി നന്നാക്കി വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തി ചെറുതാണ്, അപ്പോൾ അതിലേക്ക് കുറച്ച് 2-3 വാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ മത്തിയാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 പീസ് വാഴൻ്റെല വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെച്ച് കൊടുക്കണം, എന്താ വെച്ചാൽ അടി പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഞാനൊരു 4 പീസ് വാഴൻ്റെലയാണ് ഇപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. തീ അധികം കത്തിക്കണ്ട. തീ ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ കത്തിച്ചിട്ടില്ല. ആ ഉള്ള തീയിൽ കനലും കിടന്ന് അങ്ങനെ വെന്ത് കിട്ടുകയാണ് ചെയ്തത്. തീ കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ തീ കത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പേരിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മത്തി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാതും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മീൻ ഓരോന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മസാലകളൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഓൾറെഡി മസാല അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. ചിലർക്ക് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല, അങ്ങനെയുള്ളവർക്കത് ഒഴിവാക്കാം. ഫൈനലായിട്ട് 2-3 കറിവേപ്പിലിൻ്റെ ഇലയും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല കുറച്ച് ഡ്രൈ ആണ്, ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെള്ളം ചേർക്കാതെ ചെയ്യുമ്പോൾ മീൻ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് നമ്മൾ മീൻ വറുത്ത ലുക്കിൽ തന്നെ കിട്ടുക. എനിക്കങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർക്കാനത്. കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫൈനലായിട്ട് നമ്മളിതിലേക്ക് വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിക്കാം. അങ്ങനെ നമ്മളെ മത്തി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തി നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പൈസി ആയിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചക്കുരുമുളകിൻ്റെയും മുളക് പൊടിൻ്റെയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ മൺചട്ടിയിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ചെറിയ തീയിൽ കത്തിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പുതിയ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.